ഹലോ നമസ്കാരം. ഇന്നേ പൂജാ ഹോളിഡേയ്സ് ആരംഭിക്കുക, 3 ദിവസവും അവധി. അതുകൊണ്ട് കൊടൈക്കനാൽ അതുപോലെ ചെട്ടിനാട് ഗ്രാമമൊക്കെ ടൂർ പോകാനായിട്ടുള്ള പ്ലാൻ ചെയ്ത് ചോറ്റാനിക്കരയിലുള്ള എഴുത്തുപുരയിൽ ഞങ്ങൾ കുറച്ച് ടീം ഇങ്ങനെ വിശ്രമിച്ചപ്പോൾ നമ്മുടെ മെയിൻ കോർഡിനേറ്റേഴ്സായ ഡോൺ എബ്രഹാം, അതുപോലെ സാബു പീറ്റർ, സജി പി കെ, ഇവർക്ക് ചില അത്യാവശ്യ കാരണങ്ങളാൽ അവർ വരുന്നില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ആകെ ചീറ്റിയ ഒരവസ്ഥയിലാണ് നിൽക്കണേ. നമ്മുടെ പിള്ളേരോട് തന്നെ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കാം, എന്താ ചെയ്യാൻ പറ്റണേന്ന്. മക്കളെ, ഇന്നത്തെ യാത്ര ചീറ്റി. സൗചേട്ടനില്ല, സഹിച്ചേട്ടനില്ല, ഡോണും ഇല്ല. അപ്പൊ എന്നാ പരിപാടി ചെയ്യാൻ പറ്റും? 3 ദിവസം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണോ? അപ്പൊ നമുക്ക് ആ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടേ ചുമ്മാ ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര അങ്ങ് പോയാലോ? ഇടുക്കിയോ അല്ലെങ്കിൽ കൊടൈക്കനാലോ എവിടെയെങ്കിലും ഒക്കെ അങ്ങ് പോവാം. കൊടൈക്കനാലും മറ്റും എത്തില്ല, നമുക്ക് ചുമ്മാ അങ്ങ് പോകാം. ഹൈവേയിലെ ബോർഡ് കാണൂല, 10 കിലോമീറ്റർ അല്ല 100 കിലോമീറ്റർ അങ്ങനെയൊക്കെ. അപ്പൊ ആ കാണണ ബോർഡ് നോക്കി നല്ല നല്ല സ്ഥലമാണെന്ന് തോന്നണം, ആത്മാവ് പ്രേരിപ്പിക്കണ പോലെ അങ്ങോട്ട് പോവാം. വേണ തകർത്തോ, ഇനിയിപ്പോ അവരെ വെയിറ്റ് ചെയ്യണ്ട, എടുത്തോ. 3 ദിവസത്തെ യാത്ര എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിള്ളേരാ. യാത്ര ചീറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര മനോവിഷമത്തിലിരിക്കുക. അപ്പൊ എന്തായാലും എങ്ങോട്ടൊന്നില്ലാതെ ഒരു യാത്ര പോവുക. എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വരുന്നത് വന്നോടത്ത് വെച്ച് കാണാം. യാത്ര കട്ടായപ്പോൾ ഫോർച്യൂണറും പോയി, നമ്മുടെ ഇന്നോവയും പോയി. നമ്മളൊരു പാവം i20ക്ക് 3 പേരായിട്ടാണ് പോകുന്നത്. അപ്പം എങ്ങോട്ടൊന്നില്ലാത്ത യാത്ര തുടങ്ങുകയാണ്. അപ്പം എല്ലാവരുടെയും അനുഗ്രഹം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണം? വലതല്ലേ നല്ല വലത് എപ്പോഴും വലത് ഭാഗത്ത് നിൽക്കണം. നല്ലതാണ്, നല്ല കള്ളൻ ജനസേവാ കേന്ദ്രം. ഇവിടെ നിന്ന് എങ്ങനെ റൈറ്റ് പോയല്ലോ? മാറ്റമല്ലോ. വിശക്കുണ്ടോ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചാലോ? ലൈറ്റ് ആയിട്ടോ. ഇവിടെ പപ്പായ ഉണ്ട്, നമുക്കൊന്ന് കയറാം. ലൈറ്റായിട്ട് മതി എന്നും പറഞ്ഞാണ് ക്യാമറാമാനും ഞങ്ങളും കടയിൽ കയറിയത്. പക്ഷെ 6 പൊറോട്ടയും മുട്ടക്കറിയാണ് നമ്മുടെ ബേസ് കയറ്റിയത്. എന്തായാലും ഇടുക്കി മലനിര കയറേണ്ടതല്ലേ, അങ്ങ് തകർത്തേക്കാം. അങ്ങനെ ഞങ്ങൾ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചു കൊണ്ടുപോയപ്പോൾ നമ്മുടെ GK സാറിന് ചായ കുടിക്കാനൊരു മോഹം. അങ്ങനെ ഞങ്ങൾ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി ഒരു 2 ചായയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചായയും പഴംപൊരി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ കടക്കാരൻ കാട്ടുള്ളി എന്ന് പറഞ്ഞ ഒരു മരുന്ന് കഫക്കെട്ടിന് നല്ലതാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിചയപ്പെടുത്തി. അങ്ങനെ എന്ത് കണ്ടാലും പരീക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ള നമ്മുടെ GK സാറ് അതൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ബാക്കി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. All the dreams like twinkle stars. കാട്ടുള്ളി അല്ലേടാ? അങ്ങനെ കിളി പോയ GKയുമായി ഞങ്ങൾ ഇടുക്കി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. കാട്ടുള്ളി പരീക്ഷണം കഴിഞ്ഞ് ക്ഷീണിച്ചിരുന്ന GK ചുരുളി എന്ന ബോർഡ് കണ്ടപ്പോൾ ചാടി പുറത്തിറങ്ങി. ചുരുളിയിൽ ഇറങ്ങി കറങ്ങി നടന്നപ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ച, എന്നാലിപ്പോൾ ഇടുക്കിയിൽ താമസിക്കുന്ന ചങ്ക് ബ്രോ എന്നൊക്കെ ന്യൂജൻ പിള്ളേർ പറയാറില്ലേ, എൻ്റെ ഷനോജ് എന്ന മിത്രത്തെ ഓർമ്മ വന്നത്.
എന്തായാലും ഫോൺ എടുത്ത ഉടനെ ഷനോജിനെ വിളിച്ചു. ഷനോജ് ഞങ്ങളെ സ്വാഗതം ചെയ്തപ്പോൾ ഷനോജിനോട് ഞാൻ പറഞ്ഞു, വീഡിയോ എടുക്കാനാണ് ഞങ്ങൾ വരുന്നത്, അപ്പോൾ ഒന്ന് ഞങ്ങളോടൊപ്പം ഒന്ന് അഭിനയിച്ച് കാണിക്കണം, കാണുന്ന ഫീലിംഗ് ഒക്കെ മുഖത്തുനിന്ന് ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഷനോജിൻ്റെ അഭിനയമൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് കാണാം. ഹായ് സാർ, നമസ്കാരം. ജോർജ് കുട്ടൻ കേറി വാ. എന്നാണത് വയറൊക്കെ? അത് ഇടുക്കിയുടെ നന്മയാ. വാ കേറി വാ. എല്ലാരും കേറി വാ. ആവോ എന്തായാലും അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോൾ കയ്യിൽ നിന്നിട്ട് ഷനോജ് ഇത്രയേറെ അഭിനയിക്കുമെന്ന് കരുതിയില്ല. അഭിനയമൊക്കെ സൂപ്പറായി. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന കാര്യം ഷനോജിനോട് അവതരിപ്പിച്ചു. ടൂറിസ്റ്റുകളൊന്നും അധികം കടന്നു പോകാത്ത പ്രകൃതി രമണീയമായ നല്ല സ്ഥലം, പിന്നെ ഇടുക്കിയിലെ പച്ചയായ ജീവിതങ്ങളെ കാണുവാനുള്ള ഒരു ആഗ്രഹവും പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്ഥലം പൈനാവിലുണ്ടെന്നും ആ പൈനാവിൽ മലയുടെ മുകളിൽ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ പൈനാവിലേക്ക് യാത്രയായി. വണ്ടി പോകുന്നിടത്തോളം പോകണം. വണ്ടിയുടെ അടിയൊക്കെ ഇടിക്കട്ടെ. എനിക്കിപ്പോഴല്ലേ ഈ വണ്ണം വെച്ച് പണിയാൻ പോകാതിരുന്നത്. ഇന്ന് പെരുമഴയാട്ടോ, മഴയുടെ സീസണാണ്. പിന്നെ ആ കയ്യിലും കാലിലും അവിടെ എവിടെയൊക്കെ പുഴു കയറും, അതുകൊണ്ട് നോക്കിക്കണ്ടൊക്കെ ഇരുന്നോളാം. പിന്നെ ചട്ടിയൊക്കെ വരുമ്പോഴേ പുഴുണ്ടോന്നൊക്കെ നോക്കണം. ഇഷ്ടംപോലെ ഉണ്ടാ ചെറിയ അട്ടകളാണ്. ഇതിന്റെ എവിടെ വേണം കയറാം, അവിടെ എല്ലാം കയറും. എടാ ഇതൊക്കെ മുന്നറിയിപ്പ് കണ്ടിട്ട് തുള്ളിച്ചാടിയിട്ട് കാര്യമുണ്ടോ? എടാ ഷനോജേ, ശരിക്കും പറഞ്ഞ ഈ സ്ഥലത്തിന്റെ പേരെന്നടാ? ഈ സ്ഥലത്തിന്റെ പേര് പൈനാവ്. പൈനാവ്, പൈനാവ് ഫ്ലവേഴ്സ് കോളനി. ഫ്ലവേഴ്സ് കോളനി. അതായത് കഴിഞ്ഞ ഉരുൾപൊട്ട സമയത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് ഫ്ലവേഴ്സ് ചാനൽ നിർമ്മിച്ച് നൽകിയ വീടുകളുള്ള സ്ഥലമാണ്. എന്തൊരു വീടുണ്ട്? ഇത് ഏകദേശം 10-15 വീടുകളുണ്ട്. ആളുണ്ടായി? ഭൂരിഭാഗം വീടുകളിൽ ആൾക്കാരുള്ള സ്ഥലമാണ്. ഈ മലയുടെ മുകളിലും പിന്നെ ഇവിടെ പിന്നെ ഏറ്റവും നല്ല പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമല്ലേ ഇവിടെ. ഇവിടെ പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ല. എന്നാലും ഇവിടെ ആന ആ മലയിലാണ് ഇറങ്ങുക. അത് ആ മല കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ കാട്ടിൽ നല്ല കാറ്റൊക്കെ ഉള്ളപ്പോൾ ആന നേട്ടായിട്ട് കയറി വരും. കാറ്റ് കൊള്ളാനല്ല, പേടി ആനയ്ക്ക് കാട്ടിന്റെ ഉള്ളിൽ വലിയ കാറ്റടിക്കുമ്പോൾ, കാടിന്റെ ഉള്ളിൽ കാറ്റടിക്കുമ്പോഴേ മരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടോ, അപ്പോൾ മരങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കുക, മരം ഒടിഞ്ഞു വീഴുക. അപ്പോൾ ആനയ്ക്ക് എപ്പോഴും പേടിയുള്ള. അതുകൊണ്ട് ആന മരങ്ങളില്ലാത്ത സ്ഥലം നോക്കി പുൽമേടുകളിലേക്ക് കയറി വരും. അതൊക്കെ മനോഹരമായ പുൽമേട്, അവിടെ എല്ലാം ആനകൾ. ഒരു രക്ഷയില്ലാത്ത ഇത്രയും മനോഹരമായ സ്ഥലം. നമുക്ക് ഒരു എരപ്പ് കേൾക്കണേ. ഇത് താഴെ തോടാ. അത് വെള്ളച്ചാട്ടമാണ്. തോടാണ്. അത് മലയിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ ചെറിയ കൈവഴികൾ ഒന്നിച്ചായി വരുന്ന തോടുകളാണ്. അത് തന്നെ. പ്രകൃതിയിലെല്ലാം പ്രതിഭാസങ്ങളൊന്നല്ലേ, മാറ്റമില്ലല്ലോ. അത് നാടായാലും കാടായാലും എല്ലാം അല്ലേ. അത് നേരെ എന്നിട്ട് നേരെ ചെറുതോണി പെരിയാറ്. അതല്ല, ഇവിടെ വീട് സ്ഥലം മേടിക്കാൻ പറ്റും നമുക്ക്? പിന്നെ സ്ഥലം മേടിക്കാം. ഇവിടെ എല്ലാം 5 സെന്റ് മേടിച്ചാൽ അടിപൊളിയായിരിക്കും. തന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമല്ലേ നമുക്ക്. പ്രകൃതി പട്ടയമുണ്ട്. പഴയ പട്ടയമുണ്ട്, ഇപ്പൊ പുതിയ പട്ടയങ്ങളും കൊടുക്കുന്നുണ്ട്. അല്ല, പട്ടയമുള്ള ഭൂമി മേടിക്കാൻ കിട്ടും? പിന്നെ മേടിക്കാൻ കിട്ടും. നല്ല കാറ്റുണ്ട്. നല്ല വന്നിട്ട് പോകാൻ തോന്നണല്ലോ. അടിപൊളി. പോകാൻ തോന്നൂല്ലേ, അത്രയും മനോഹരമായ സ്ഥലങ്ങളല്ലേ. നമുക്ക് ആ ഫ്ലവേഴ്സിന്റെ കോളനിയുടെ വീടൊക്കെ ഒന്ന് കണ്ടാലോ? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും. ഇടുക്കിയുടെ മലനിരകളുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഈ ഫ്ലവേഴ്സ് കോളനി ഇവിടെ ഉള്ളതൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി.
അവിടുത്തെ ആളുകളുടെ ജീവിത രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കാം എന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് നീങ്ങിയപ്പോൾ റോഡ് സൈഡിൽ ഒരു ചേച്ചിയും ഒരു ചെറിയ പട്ടിക്കുട്ടിയും നിൽക്കുന്നത് കണ്ടു. ചേച്ചിയോട് ഇവിടുത്തെ താമസ വിശേഷങ്ങളെല്ലാം ഞങ്ങൾ തിരക്കി. സരോജിനി ദാമോദർ ഫൗണ്ടേഷനും ഫ്ലവേഴ്സ് ചാനലും ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീടുകളിലാണ് അവർ താമസിക്കുന്നത്. ഒരു 20-22ഓളം കുടുംബാംഗങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആളുകളിൽ കുറച്ചു പേരൊക്കെ താഴ്വാരങ്ങളിൽ പണിക്ക് പോയിട്ട് ആഴ്ചയിലോ മാസത്തിലോ അവധി സമയങ്ങളിലോ എല്ലാം തിരികെ വരുന്നവരാണ്. കുറച്ചുപേർ സമീപ പ്രദേശങ്ങളിലുള്ള സാധാരണ നാടൻ പണികളിൽ വ്യാപൃതരായിരിക്കുന്നു. അല്പം ചിലർക്ക് ചെറിയ ചെറിയ കൃഷികളുമുണ്ട്. ഇടുക്കിയിലെ ജീവിതത്തിൻ്റെ സുഖങ്ങളെപ്പറ്റി ചേച്ചി വാതോരാതെ ഞങ്ങളോട് സംസാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേദനിപ്പിക്കുന്ന കുറച്ച് കഥകളും ഞങ്ങളോട് പങ്കുവച്ചു. ഇടുക്കിയിൽ അടിക്കടിക്കുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ കഥ, കാലാവസ്ഥാ വ്യതിയാനത്തിൽ ആ കാലാവസ്ഥയുടെ ഭീകരമുഖം നേരിൽ കണ്ടിട്ടുണ്ട് ചേച്ചി. പ്രകൃതി ദുരന്തങ്ങൾക്ക് പുറമെ വന്യമൃഗങ്ങളുടെ ആക്രമണം, അതിൻ്റെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന വേദന, അങ്ങനെ ഒരുപാട് കഥകൾ. അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോൾ, ഒരു ദുരന്തം വരുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് ഹോസ്പിറ്റലിൽ എത്തിപ്പെടുവാനുള്ള ബുദ്ധിമുട്ടുകൾ, അത് ചേച്ചിയുടെ ഒരുപാട് വേദനിപ്പിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന കഥകളെല്ലാം കേട്ടിരുന്നപ്പോൾ ചേച്ചി തൊട്ടടുത്ത വീട്ടിലെ മറ്റൊരു ചേച്ചിയുടെ കാര്യം കൂടി പറഞ്ഞു. ആ ചേച്ചിയെ നേരിട്ട് കണ്ടാൽ മനസ്സിലാകും എന്ന് പറഞ്ഞ് ആ ചേച്ചിയുടെ വീട്ടിലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചു. മുകളിലത്തെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുവാനൊരുങ്ങുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്നത് കണ്ടു. ഈ മലമുകളിലേക്ക് ഓട്ടോറിക്ഷ കയറി വരുന്ന കൗതുകത്തോടു കൂടി ഞങ്ങൾ ആ ഓട്ടോറിക്ഷ വരുന്നത് നോക്കി അവിടെ നിന്നു. ആ ഓട്ടോറിക്ഷയിൽ നിന്ന് 2 കുട്ടികൾ ഇറങ്ങി. അത് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിന്ന ചേച്ചിയുടെ മക്കളാണ്. അവർ എന്തോ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ട് സ്കൂളിൽ നിന്ന് മടങ്ങി വരികയാണ്. കയ്യിൽ ഒരു പാക്കറ്റ് പാലുമുണ്ട്. അവർ പൊന്നുപോലെ വളർത്തുന്ന പട്ടിക്കുട്ടിക്ക് കൊടുക്കാനാണ് ആ പാലെന്നാണ് പറഞ്ഞത്. കുട്ടികളോട് അല്പം കുശലങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ മുകളിലത്തെ വീട്ടിലേക്ക് കയറിപ്പോയി. മുകളിലത്തെ വീട്ടിലെ ചേച്ചിയോട് അല്പനേരം സംസാരിച്ചു. കുഞ്ഞിമോൾ എന്നാണ് പേര്. പണ്ട് ടാറിംഗ് പണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. പണിസ്ഥലത്ത് വെച്ചുണ്ടായ ഒരു അപകടം. ടാറിംഗ് പണിക്ക് ഉപയോഗിക്കുന്ന മെറ്റിലൊതുക്കി എന്ന് ചിലയിടങ്ങളിൽ പറയുന്ന ബുൾഡോസർ ചേച്ചിയുടെ കാലിലൂടെ കയറിയിറങ്ങി. കാൽപ്പത്തി അറ്റുപോയി. ചേച്ചിയും മകനും മാത്രമാണ് ആ വീട്ടിൽ താമസം. മകൻ താഴ്വാരത്ത് എവിടെയോ ജോലിക്ക് പോയിരിക്കുന്നു. മഴ ശക്തമായി പെയ്താൽ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അടിച്ചു കയറും. മലയുടെ മുകളിലുള്ള വീട്ടിലെ ഉമ്മറപ്പടിയിൽ താഴ്വാരത്ത് ജോലിക്ക് പോയിരിക്കുന്ന ആ ചേച്ചിയുടെ മകനെയും കാത്തിരിക്കുമ്പോൾ ആ ചേച്ചിയുടെ ജീവിതത്തിലെ കണ്ണുനീരിൽ ചാലിച്ച ദുരന്ത കഥകൾ കേട്ടപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഹൃദയത്തിലും ഒരു നീറ്റൽ. ആ ചേച്ചിയുടെ ജീവിതത്തിലെ നീറുന്ന വേദനകൾ വേൾഡ് ചാരിറ്റി മിഷനാൽ കഴിയുന്ന സഹായങ്ങൾ നൽകാമെന്ന് ഉറപ്പ് പറഞ്ഞ് ഞങ്ങൾ മലയിറങ്ങുമ്പോഴും ആ ചേച്ചിയുടെ അറ്റുപോയ കാൽപാദവും പങ്കുവച്ച ദുരന്ത കഥകളും പ്രതീക്ഷ പറ്റാത്ത മുഖഭാവവും ഞങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു തന്നെ നിന്നു. കേരളത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. ആസ്ഥാനം പൈനാവാണ്. തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി എന്നിവയാണ് ജില്ലയിലെ മറ്റു പ്രധാന പട്ടണങ്ങൾ. 4612 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഇടുക്കി ജില്ലയുടെ 50%-ലധികവും സംരക്ഷിത വനഭൂമിയാണ്. തീവണ്ടിപ്പാതയില്ലാത്ത കേരളത്തിലെ 2 ജില്ലകളിൽ ഒന്നാണ് ഇത്. രാജവാഴ്ച കാലത്ത് വേണാട് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇടുക്കി. ദേവികുളം, തൊടുപുഴ, ഉടുമ്പൻചോല, പീരിമേട്, ഇടുക്കി എന്നിവയാണ് ജില്ലയിലെ താലൂക്കുകൾ.
തൊടുപുഴയും കട്ടപ്പനയുമാണ് ജില്ലയിലെ നഗരസഭകൾ. 8 ബ്ലോക്ക് പഞ്ചായത്തുകളും 51 ഗ്രാമപഞ്ചായത്തുകളുമുണ്ട്. ഇതുകൂടാതെ കേരളത്തിലെ പ്രഥമ ആദിവാസി പഞ്ചായത്തായ ഇടമലക്കുടി 2010 നവംബർ 1 പ്രാബല്യത്തിൽ വന്നു. മൂന്നാർ പഞ്ചായത്തിന്റെ 13ാം വാർഡ് അടർത്തി മാറ്റിയാണ് ഇടമലക്കുടി രൂപീകരിക്കപ്പെട്ടത്. ദേവികുളം, അടിമാലി, നെടുങ്കണ്ടം, ഇളംദേശം, തൊടുപുഴ, ഇടുക്കി, കട്ടപ്പന, അഴുത എന്നിവയാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ. വൈദ്യുതോൽപാദനത്തിൽ പേരുകേട്ടതാണ് ഈ ജില്ല. കേരള സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ 66% ഈ ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമാന അണക്കെട്ടായ ഇടുക്കി അണക്കെട്ട് ഇവിടെയാണ്. ഇത് ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയും ഇതാണ്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര മേഖലയാണ് ഇടുക്കി, സുന്ദരിയായ ഇടുക്കി. ഭാരത ഗ്രാമങ്ങളിലെ സ്പന്ദനങ്ങൾ തൊട്ടറിയാൻ വേൾഡ് ചാരിറ്റി മിഷൻ നയിക്കുന്ന ഭാരതയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും യാത്രകളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയ മിത്രങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുകയും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യാൻ മറക്കരുതേ. ഇടുക്കിയിലെ വ്യത്യസ്തമായ കാഴ്ചകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ ഇന്നേക്ക് വിട പറയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.